എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളെ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടില്ലേ പിന്നെ ജുമുഅയ്ക്ക് മുമ്പുള്ള പ്രസംഗം പാടില്ലെന്ന്. അപ്പോഴ് ഇപ്പൊ പല പണ്ഡിതന്മാരും പിന്നെ ജുമുഅയ്ക്ക് മുമ്പുള്ള പ്രസംഗം നടത്താറുണ്ട്. അപ്പൊ ഇത് പലരുടെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അവര് പറയുന്നത് ഫിഖ്ഹിന്റെ ഏതെങ്കിലും കിതാബില് ഇതിനെ കുറിച്ച് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചോദ്യം മനസ്സിലായിക്കണമെന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സക്കി ഉസ്താദിന്റെ ചോദ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് എപ്പോഴും ചർച്ച ചെയ്യാലോ. ഇപ്പൊ പുതിയൊരു ചോദ്യകർത്താവ് വന്നുകൊണ്ട് അതൊന്ന് അല്പസമയം പറയാം. കൂടുതൽ സമയം ഞാൻ തുടരൂല. സമയം 1:30 മണിയായി. അപ്പോ പിന്നെ ജുമഅന്റെ മുമ്പുള്ള പ്രസംഗത്തെ കുറിച്ച് ഫിഖ്ഹിന്റെ കിതാബിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ചില ആൾക്കാരുടെ ചോദ്യമാണത്. കണ്ണിയത്ത് ഉസ്താദിനും ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിം സമസ്തയുടെ ഷെയ്ഖാനി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇപ്പോ ജുമഅന്റെ മുമ്പുള്ള പ്രസംഗത്തിൽ ഷെയ്ഖാനിന്റെ കാഴ്ചപ്പാട് വേണ്ട. ഒന്ന്. രണ്ടാമത്തത്, ഈ ചോദ്യത്തിലൂടെ സമസ്തയുടെ ഷെയ്ഖാനിയായിരുന്ന കണ്ണിയത്ത് ഉസ്താദും ഇ.കെ. ഉസ്താദും ഫത്വ പറഞ്ഞിരുന്നത് ഷാഫി മദ്ഹബിന് എതിരാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? കണ്ണിയത്ത് ഉസ്താദ് അത് പാടില്ലാത്തതെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. ശംസുൽ ഉലമ ഹറാമാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അത് നിർത്തൽ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഫത്വകളൊക്കെ കൊടുത്തത് ഹറാമാന്ന് പറയണമെങ്കിൽ ഹറാമോ കറാഹത്തോ എന്നൊക്കെ പറയേണ്ടത് ഫിഖ് അല്ലേ? അപ്പൊ അവര് ഫിഖ്ഹിന്റെ ഇബാറത്ത് നീ എതിരെ ഫത്വ കൊടുത്തവരാണ് എന്ന് പറയേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഫിഖ്ഹിന്റെ ഇബാറത്തിൽ ഉണ്ടോ അല്ലേ, അത് വേറെ ചർച്ചയാണ്. ഫിഖ്ഹിന്റെ ഇബാറത്തിൽ ഇല്ലാതെ കണ്ണിയത്ത് ഉസ്താദും ഇ.കെ. ഉസ്താദും അങ്ങനെ പറയൂല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഫിഖ്ഹിന്റെ ഇബാറത്തിൽ തന്നെ ഉണ്ട്. ഷർഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷർഹ് മുസ്ലിം ഫിഖ്ഹിന്റെ കിതാബാണ്. മനസ്സിലായോ? ഇഅ്ലാമുസ് സാജിദ് ബി അഹ്കാമിൽ മസാജിദ് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം സർക്കശി വലിയ ഫിഖ്ഹിന്റെ പണ്ഡിതനാണ്. ഇങ്ങനത്തെ ഫിഖ്ഹിന്റെ കിതാബ് വേറാണ്ട് 2 ഫിഖ്ഹിന്റെ കിതാബ് പറഞ്ഞില്ലേ? തഫ്സീറിലുണ്ട്, മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്, മുഹദ്ദിസീങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഫുഖഹാവും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാ വിഭാഗം പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ പറഞ്ഞ ഒരു വിഷയം തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും അതിനനുസരിച്ച് ഫത്വ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഫിഖ്ഹിനെതിരെ ഫത്വ പറയുന്നവരായിരുന്നില്ല. ഇപ്പൊ ഇവര് സമസ്തയുടെ ഷെയ്ഖാനി എന്ന് പറഞ്ഞ ആ 2 പണ്ഡിതന്മാര്. മനസ്സിലായോ? എന്നിട്ട് ഓലാണ് ഇപ്പൊ സമസ്തന്റെ ഷെയ്ഖാനിയാണ് ഇവരെന്നും പറഞ്ഞ് നടക്കണത്. എന്നിട്ടോ ഓല ഫത്വ ഫിഖ്ഹിനെതിരെയിരുന്നു എന്നല്ലേ ഇപ്പൊ വരിക? അല്ലേ? അങ്ങനല്ലേ വരിക? സമസ്തന്റെ വലിയ നേതാക്കന്മാരെയുന്നു, വലിയ പണ്ഡിതന്മാരെയുന്നു സമസ്തന്റെ ഷെയ്ഖാനി എന്ന് പറഞ്ഞ ബുക്കൊക്കെ ഇറക്കിക്കണ്. അങ്ങനെ പറയും ചെയ്യുക. എന്നിട്ടോ ഓരോ ഫത്വ ഉണ്ടാകുക. എന്നിട്ട് ആ ഫത്വ ഫിഖ്ഹിനെതിരാണെന്നും പറഞ്ഞാൽ എന്തിനാ പിന്നെ നല്ലത്? അപ്പൊ സംഗതി അതൊന്നല്ല. ശംസുൽ ഉലമയും പിന്നെ കണ്ണിയത്ത് ഉസ്താദും ഒക്കെ അവര് മാത്രമൊന്നല്ല, കേരളത്തിലെ എല്ലാ ആലിമീങ്ങളും അങ്ങനെ തന്നെ ഫത്വ പറഞ്ഞത്. അതിനൊക്കെ കാരണം എന്താ? ഫിഖ്ഹിന്റെ കിതാബിലും ഹദീസിന്റെ കിതാബ്, അതായത് പിന്നെ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ തഫ്സീറിന്റെ കിതാബുകളിലും എല്ലാം ഇവിടെ ആ വിഷയം എടുത്തു പറഞ്ഞിട്ടുള്ളത് അത് പാടില്ലാത്തതാണ് എന്ന നിലക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ഫത്വ പറഞ്ഞിട്ടുള്ളത്. വൈക്കൂട. ഉസ്താദെ, വലിയ ഉപകാരമുണ്ട് ഇങ്ങനെ പറഞ്ഞതിൽ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.